ശ്രീതു അർജുനെ അർജുനേന്ന് വിളിക്കുന്നത് ഒരു വല്ലാത്തൊരു ഞാൻ രസമാണ് കേൾക്കാൻ. ഇപ്പോഴാണ് ഇത് കാണുന്നത് അങ്ങനെ. ആണല്ലേ? അത് നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അർജുന്റെ മനസ്സിലെ ആ ഒരു ശ്രീതു വിളിക്കുന്ന ആ ഒരു സംഭവം അർജുന്റെ വായിൽ തന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നെ അവള് ദണ്ടെന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ദണ്ടെന്നാണോ? അല്ല, ഞങ്ങൾ കേൾക്കുന്നത് ഭയങ്കര രസമായിട്ട്. അർജുനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഈ അന്നേരം ഒന്നും നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഈ റീൽസ് പുറത്ത് വന്നപ്പോഴാണോ കാണുന്നത്? ഇതൊക്കെ കാണുന്നത്. ഞാൻ അന്നേരം ഒന്നും ഇങ്ങനെ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എങ്ങനെയാ ശ്രീതു വിളിക്കുന്നത് അർജുനെ? Come on, വിളിച്ചോളൂ. അത് അവള് നമുക്ക് പറഞ്ഞാലേ audience നോട് ശരിയാവുള്ളൂ. ചോദിച്ചാലോ? ഞാൻ ചോദിക്കാല്ലേ? പറഞ്ഞ ശരിയാവില്ല. ഓക്കെ, എങ്ങനെയാണ് ശ്രീതു അർജുനെ വിളിക്കുന്നത്? അർജുനേന്ന്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നാമത് തമിഴും കൂടെ ആയതുകൊണ്ട് ശ്രീതുയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അർജുൻ അധികം സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തൊക്കെ അധികം സൈലന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അർജുന്റെ പ്രസൻസ് ആ വീട്ടിൽ അങ്ങനെ അധികം അറിയുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. ബാക്കിലേക്ക് വലിഞ്ഞ എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത്. അതിന് എനിക്ക് എന്നത് അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പുറത്ത് മീ ടൈം എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പുറത്ത് അവിടെ ഇരുന്നാൽ എനിക്ക് കുറച്ച് സെൽഫ് ഹീലിംഗ് പ്രോസസ് ഉണ്ട്. ഓക്കെ. അതിനുവേണ്ടി എനിക്ക് കുറച്ച് ഒരു പോയിരിക്കുമ്പോൾ ആൾക്കാർ പറയും ഞാൻ പുറകോട്ട് മാറിയിരിക്കുക, അവിടെ ഒറ്റയ്ക്ക് അധികം ഇരുന്ന സംസാരിക്കാൻ അധികം താല്പര്യമില്ലെന്ന്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയും. എനിക്ക് കുറെ കാര്യങ്ങൾ പറയും. ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റത്തില്ല, ആരെങ്കിലും കൂടെ പോയിരിക്കാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണമല്ലോ. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് സെൽഫ് ഹീലിംഗിന് വേണ്ടി കുറച്ച് ടൈം എടുത്തു. എനിക്ക് കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻ കാരണം എനിക്ക് അതിനകത്ത് കുറച്ച് പറ്റി. പിന്നെ ലൈക്ക് വഴക്കുണ്ടാക്കാൻ നോക്കും. ഞാൻ കാര്യം തിരക്കുമ്പോഴത്തേക്കിനും ചായക്ക് മധുരമില്ല, അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം അവൻ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുമ്പോൾ ലോജിക് ഇല്ലാത്ത കാര്യങ്ങളായിട്ട് തോന്നും. ഞാൻ എല്ലാ വള്ളിയിലും കയറി പിടിക്കുന്ന ടൈപ്പ്. എനിക്കത് പിന്നെ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് കീപ്പ് അപ്പ് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ഫോട്ടോ. ആരാണിത്? ഇത് അർജുനാണോ? അതെ അതെ. ഒരു ഒരു അനീതിക്കുട്ടി പോലെ ഉണ്ടല്ലേ? നല്ല തക്കിടായിട്ട്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം അപ്പൊ ചേച്ചിയേക്കാളും പൊക്കം കുറഞ്ഞ അനിയൻകുട്ടി ഉണ്ടായിട്ടുള്ളൂ അല്ലെ? അത് കഴിഞ്ഞ പിന്നെ ചേച്ചി ഓവർടേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്തല്ലേ? ചേച്ചി എങ്ങനെയാള്? അവള് ലൈക്ക് ഒരു മമ്മിയെക്കാളും മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആണ് എൻ്റെ അടുത്ത്. അവള് പക്ഷെ അത്ര ഫ്രണ്ട്ലി ആണ്, ബട്ട് സ്റ്റിൽ സ്ട്രിക്റ്റ് അല്ല. ലൈക്ക് ഷീസ് ലൈക്ക് മദർ. മമ്മി എന്റെ ഫ്രണ്ട് പോലെയാണ്. മമ്മി എന്റെ ഫ്രണ്ട് ഭയങ്കര കമ്പനി, ഐ മീൻ എന്റെ എല്ലാ കാര്യത്തിനും ഓക്കെ ഫ്രണ്ട്ലിയാണ്. ബട്ട് മമ്മി ഒരു റെസ്ട്രിക്ട് അങ്ങനെ ചെയ്യാറില്ല എൻ്റെ അടുത്ത്. ഇവള് പക്ഷെ റെസ്ട്രിക്ട് ചെയ്തിരുന്നു കുറെ കാര്യത്തിൽ. ആണല്ലേ? അതുകൊണ്ട് ഈ പ്രണയം ലവ് ഒക്കെ വരുന്ന സമയത്ത് ചേച്ചിയോട് പറയോ അമ്മയോട് പറയോ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ എന്റെ ഫീലിങ്സോ അതോ ഞാൻ അങ്ങനെ വീട്ടിൽ എന്റെ കാര്യം അങ്ങനെ പറയാറില്ല. ആ ടൈം എനിക്ക് വല്ലതും പറഞ്ഞെങ്കിലുള്ളൂ. അല്ല, ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യുന്ന ടൈപ്പ് അല്ല ഞാൻ പേഴ്സണലി. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ പണി കൊടുക്കാനൊന്നും കിട്ടിയിട്ടില്ലല്ലേ? സാധാരണ സിബ്ലിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് സിബ്ലിങ്സ് ആണല്ലോ. അങ്ങനെ ഒരു പാരയും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലേ? അതിനുള്ള ഓപ്പർച്യൂണിറ്റി